നമ്മളിതാക്കുന്ന റോഡ് മുറിച്ചിരുന്നു. നമ്മൾ പോകാമെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ പോകണേ സൺഡേ മാർക്കറ്റ് കണ്ടോ, റോഡിൻ്റെ സൈഡിൽ സാധനങ്ങളൊക്കെ വെച്ച് ഇങ്ങനെ വിൽക്കുകയാണ്. പാകിസ്ഥാനുള്ള സുഡാനുകൾ സാധനങ്ങളൊക്കെ വാങ്ങി തിരിച്ചു ഫോണെത്തി പോകില്ലല്ലോ അല്ലേ. ഇവിടെ ഇതാക്കുന്ന ഡ്രസ്സുകൾ എന്തൊക്കെയോ സാധനങ്ങളുണ്ട് ഇവിടെ മൊത്തം ഫുള്ള് ഉണ്ട് അല്ലേ. പുതിയ സാധനം തന്നെയാണോ? പുതിയത് എന്നല്ല, ഒരു ഹോൾസെയിൽ റേറ്റിന് കിട്ടുന്ന എല്ലാ സാധനങ്ങളും ഉണ്ടാവും. അത്യാവശ്യം പുതിയ ഉണ്ടാവില്ലേ, പുതുമ ഉണ്ടാവില്ലേ. വേറെ ആരെങ്കിലും അതായത് നമ്മളിപ്പോൾ പുതിയത് എന്താ ഇഷ്ടം, എന്താ നമുക്കതൊരു പുതിയതായിരിക്കും. മറ്റൊരാൾക്ക് ചിലപ്പോൾ യൂസ് ചെയ്തിട്ടുണ്ടാവും, മറ്റൊരാളെ ചിലപ്പോൾ യൂസ് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ നമ്മളെല്ലാം കിട്ടുമ്പോൾ പുതിയതല്ലേ, അപ്പോൾ പുതിയതല്ലേ ചിന്തിച്ച് നോക്ക്. അതാണ് സ്ഥിരമായിട്ട് നല്ല ഇടയ്ക്കിടയ്ക്ക് ഇവിടെ നിന്ന് കഴിക്കണം കേട്ടോ. ഫുഡ് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള മട്ടൺ പുലാവോൻ്റെ റെസ്റ്റോറൻ്റാണ്. അപ്പോൾ ഇതാക്കുന്ന ഈ ജംഗ്ഷൻ എത്തി. ജംഗ്ഷനിൽ ഇതാക്കുന്ന അവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് പോകണം. അപ്പോൾ അവിടെ എന്തായാലും അവിടെ 123 അല്ലടോ, ഡേ ടു ഡേ അതാ. ഇവിടെ ഇങ്ങനെ ലൈനിൻ്റെ ഇപ്പുറത്ത് നിൽക്കുന്നത് കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാത്ത ഒരു സിഗ്നൽ ആണെന്ന്. അപ്പം ഇവർ ഇവിടെ ഇങ്ങനെ മന്ദക്കമ്മിയായി നിൽക്കുന്നത് കണ്ടാൽ മനസ്സിലാക്കുക. കാരണം സിഗ്നൽ കത്തിയാലേ അവിടെ നിന്ന് അങ്ങോട്ട് പോകാനോ. വെയിറ്റ് ചെയ്യാണ്ട് എടുത്തു ചാടി റോഡ് ക്രോസ് ചെയ്തതാണ് നമുക്ക് കിട്ടിയ ഫൈന്. അപ്പം അത് നിങ്ങൾ മനസ്സിലാക്കണം. അല്ലാതെ റിസ്ക് എടുത്തിട്ടാണ് ഒരു 500 രൂപ ഫൈന് നമുക്ക് കൊടുക്കാനായത്. ഞങ്ങൾ അങ്ങോട്ട് കൊടുക്കേണ്ടായത് സഹായം ചെയ്യാനുള്ള ഗവൺമെന്റ് ഉദ്ദേശം മാത്രം. അതേ ഉള്ളൂ. ഇതാണ് നമ്മളെ ക്യാമറമാൻ ഇർഷാദാണ്. ഇർഷാദ്, താങ്കൾക്ക് ഈ ഒരു അവസരത്തിൽ എന്താണ് പറയാനുള്ളത്? ഇപ്പോഴത്തെ യുവജനങ്ങളോട് ഇങ്ങനത്തെ ഒരു ഫൈന് ജനങ്ങൾക്ക് അത്യാവശ്യമാണോ, അല്ലെങ്കിൽ ദോഷങ്ങൾ ചെയ്യുന്നുണ്ടോ എന്നതിനെ കുറിച്ച് താങ്കൾ എന്തെങ്കിലും 2 വാക്ക് പറയും? പറയുന്നത് എന്താ വെച്ചാൽ മതി ഇർഷാദ് പറയുന്നത് വെച്ചാൽ നമ്മൾക്ക് ഈ ഒരു ഫൈന് അല്ല, നമുക്ക് ഈ ഫൈനുകൾ ഇങ്ങനെ വരണം. ഇർഷാദിനെ സംബന്ധിച്ച് ഇതൊരു ഫൈനേ അല്ല. ഇർഷാദിന് ഫൈനുകൾ ഇങ്ങനെ ഒരുപാട് വരണം എന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടിയാണ് ഇർഷാദ് ഇങ്ങനെ പറയുന്നത്. വീണ്ടും എല്ലാവരും ഫൈന് വരാൻ വേണ്ടി സപ്പോർട്ട് ചെയ്യാം. അതെ, ഇർഷാദിന് ഫൈന് വരാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്യാം. അതാണ് ഇർഷാദ് പറഞ്ഞതെന്ന് വെച്ചാൽ ഇർഷാദിന് ഫൈന് വരാൻ വേണ്ടി നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്യാം. അതാണ് ഇർഷാദ് ഇങ്ങനെ പറയുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും സപ്പോർട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമ്മൾ ഏകദേശം മാർക്കറ്റിന് അടുത്തെത്തി. നല്ല ഒരു ക്ലൈമറ്റ് ആട്ടോ. അപ്പം നല്ല വെതറാണ്, നല്ല തണുപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. കണ്ടോ ആകാശം കണ്ടോ, ഒരു ഓറഞ്ച് കളറിലുള്ള കടിച്ച് തിന്നാൻ തോന്നുന്നു ഗൈസ്. അങ്ങനെ നമ്മൾ മാർക്കറ്റ് സേവ് എത്തിക്കും. ഇപ്പം ഇവിടെ എത്തിയപ്പം തന്നെ മനസ്സിലാക്കി അളഞ്ഞ മണം. നോക്കി നോക്കുമ്പോൾ ഡയറക്റ്റ് മാർക്കറ്റ് സേവിൻ്റെ ഡയറക്റ്റ് ഓപ്പോസിറ്റ് സൈഡാണ് നമ്മുടെ മാർക്കറ്റ് വരുന്നത്. അതാ കാണുന്ന ഒരു ബിൽഡിങ്, അവിടേക്കാണ് നമ്മൾ പോണത്. അപ്പോൾ ചീഞ്ഞല്ല കോഴിക്കാട്ടത്തിൻ്റെ ഒക്കെ ഒരു സ്മെല്ല്. എന്ത് പ്രകൃതി രമണീയമായ സ്മെല്ല്. വെറുതെ പിടിക്കാൻ വേണ്ടി ഇവിടെ എന്തോ വെറുതെ കൊടുക്കുന്നുണ്ടോ? ഇവിടെ എല്ലാവരും ഭയങ്കര പർച്ചേസിങ് ചെയ്ത് പോകണ്ടല്ലോ, സാധനം വെറുതെ കൊടുക്കേണ്ടതാണ്. സേവിൻ്റെ ഫ്രണ്ട് വ്യൂ ആണ് നിങ്ങൾ കാണുന്നത്. നമ്മൾ ക്രോസ് ചെയ്തപ്പോൾ 1/2 കിലോമീറ്റർ അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്ന് ഇപ്പോൾ സീബ്രയിൽ കൂടി ക്രോസ് ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെ ഓരോ പ്രശ്നങ്ങളുണ്ട്. നമ്മൾ ഇവിടെ ഒരു പള്ളി വരുന്നുണ്ട്. ഇപ്പോൾ അവിടെ ഇതാക്കുന്ന സീബ്ര ക്രോസിംഗ് ഉണ്ട്. നമ്മളിപ്പം നമ്മളെ യാത്രകൾ മൊത്തം വെച്ചാൽ സീബ്ര ക്രോസിങ് എവിടെ ഉണ്ട് അവിടേക്ക് നമ്മളിങ്ങനെ പോകും. അവിടെ നിന്ന് ഇങ്ങനെ നമ്മളെന്ത് ചെയ്യും, ആദ്യം നോക്കാതെ മനസ്സിലാവിക്കാതുള്ള ആ ഒരു മൈൻഡ് ഒരിക്കലും പാടില്ല. അതാ സീബ്ര ക്രോസിംഗ് കൊണ്ട് നടക്കുമ്പോൾ തന്നെ വണ്ടികളൊക്കെ നമുക്ക് അവിടെ നിന്ന് തരും. നമ്മളിങ്ങനെ അതെ, ദുബായിൽ അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ട്. അപ്പോൾ നമ്മളത് അറിയാതെ ഇങ്ങനെ തെണ്ടിത്തിരിഞ്ഞ് പാഞ്ഞെടുക്കാൻ പാടില്ല. നമ്മളിതാക്കുന്ന ഓൾമോസ്റ്റ് അവിടെ എത്തിക്ക്. അപ്പോൾ ഇവിടെ എത്തിയപ്പം തന്നെ നമുക്ക് കാണാം ചെറിയ കുട്ടികൾ ഇതാക്കുന്ന പ്രാവിനെയൊക്കെ വാങ്ങിക്കാൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതാക്കുന്ന അവിടെ പെറ്റ് ഷോപ്പ് കാര്യങ്ങൾ അതൊക്കെ ഉണ്ടാവും. നല്ലോണം കോഴിക്കാട്ടം മണക്കുന്നുണ്ട് കേട്ടോ, നല്ല സ്മെല്ലാണ്. ഇത് മണക്കുണ്ടോ? നല്ല സ്മെല്ല്. കോഴിക്കാട്ടം നല്ല മണക്ക്. കോഴികൾ ഇതാ ഇഷ്ടം പോലെ ഉണ്ട്. ഇവിടെ ഒരു കൗണ്ടർ കേട്ടോ. കൗണ്ടർ കഴിഞ്ഞാൽ 19, 20 എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കോഴികൾ നല്ല സ്മെല്ല്. അപ്പോൾ ഇതാക്കുന്ന നമ്മളിതാ മാർക്കറ്റിലെത്തിക്ക്. മാർക്കറ്റ് നമ്മൾ വിചാരിച്ചോളാം നല്ല ഹൈടെക് മാർക്കറ്റ്. ഇവിടെ ഇതാക്കുന്ന കോഴികളുണ്ട്, താറാവുണ്ട്. ആദ്യം ആ താറാവിൻ്റെ ഒക്കെ കടയ്ക്ക് ഉപയോഗിക്കുക. മാങ്ങ നമുക്ക് അടക്കാനുള്ള സ്പേസ് ഇല്ല. നാടൻ കോഴിയാണ്, നാടൻ കോഴി കട്ടിങ് കൊടുക്കണ്ടല്ലോ, പിന്നെ കട്ടിങ് ഫ്രീ ആയിക്കൂടെ. ഇവിടുന്ന് ഇങ്ങനെ ഫുള്ള് കൗണ്ടറുകളാട്ടോ. 17, 18, 19, 20 എന്നൊക്കെ പറഞ്ഞു.
ക്വാ, ക്വാ. ക്വാ, ക്വാ. കാട കാടല്ലേ തീറ്റികളായിട്ട് നമ്മൾ ഇവിടെ എന്താ ഉള്ളത് നോക്കാം. കോഴി, താറാവ്, ഫാൻസി എല്ലാം ഇതാക്കുന്ന ഉറക്കത്തിലാട്ടോ. അപ്പോൾ യു എയിലും ഇങ്ങനെയൊക്കെ മാർക്കറ്റ് കിട്ടുകയെന്ന് വെച്ചാൽ ഒരു നല്ല രസം തന്നെ. ഇവിടെ നിന്നെല്ലാം ഇവിടെ ആത്തല വരെ കോഴികൾ, നാടൻ കോഴികൾ. നാടൻ കോഴി ഉണ്ടോ? നാടൻ കോഴി തന്നെയുള്ളൂ ഇവിടെ. ഇവിടെ കുറച്ചുകൂടി ഒരു വൃത്തിയുണ്ട് കേട്ടോ കോഴിക്കളെ കാണാൻ. നാടൻ കോഴി നമുക്ക് ഇവിടെ കിട്ടില്ലല്ലേ പറഞ്ഞാൽ യു എയിൽ ഇതാക്കുന്ന തനി നാടൻ കോഴിക്കൾ. അതേ നാട്ടിൽ പോയി പൈസ ചിലവാക്കണം. അതാക്കുന്ന ഇവിടെ അജ്മാനിലേക്ക് വന്നാൽ കോഴിക്കൾ ചിലപ്പം അറബിയൊക്കെ ആയിരിക്കും ചിലപ്പം പറയുക. അപ്പിടല്ലോ അറബിയൊക്കെ ആയിരിക്കും പറയാം. പക്ഷേ നാടൻ കോഴിക്കൾ തന്നെ, തനി നാടൻ കോഴിക്കൾ. ഇവിടെ നിന്ന് അറുത്ത് ഒരു 10 കാലം തരും, നമ്മൾ ഫുഡ് കഴിക്കാം. അതാണ് ഇവിടുത്തെ പരിപാടികൾ. കോഴി ഇതൊക്കെ പ്രാവിൻ്റെ മക്കളുകൾ. ഇതൊക്കെ പ്രാവിൻ്റെ ചെറിയ മക്കളാട്ടോ. ഇതൊക്കെ പറവായിക്ക് ഉണ്ടാവും അല്ലേ? ചെറിയ മക്കളെ പിടിച്ചിങ്ങനെ കൂട്ടിലാക്കി കൊണ്ടുവന്ന അങ്ങനെ ഫുള്ള് ആൾക്കാർ ഇതാക്കുന്ന ഓരോ സാധനങ്ങൾ വാങ്ങി പോകുന്നുണ്ടോ. ഇവിടെ കൂടുതൽ കസ്റ്റമേഴ്സ് പാകിസ്ഥാനികളാണ്, ഇന്ത്യക്കാരുണ്ട്. ഇവിടെ ഇതാക്കുന്ന നല്ല മൊഞ്ചുള്ള താറാവുണ്ട്. താറാവുണ്ടോ? ഡെർക്കി കോയിനെ ഇതാക്കുന്ന ചില്ലിലിട്ട് വെച്ചിരിക്കുക. 2 ഡെർക്കി കോയി ഇതാക്കുന്ന ചില്ലിൽ. ഇതാക്കുന്ന നമ്മളെ മാനിറച്ചി, എന്താണ് ആട്, പോത്ത്, പശു എല്ലാ ഇറച്ചികളും കിട്ടുന്നൊരു മാർക്കറ്റ് കണ്ടോ. ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം നമുക്ക്. ഇതൊക്കെ എനിക്ക് തോന്നുന്നത് ആടാണ് തോന്നുന്നത്. ആടുണ്ട്, മാനുണ്ട്, ഒട്ടകം വരെ അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവും കേട്ടോ. അവിടെ അങ്ങോട്ടൊക്കെ ഫുള്ള്, ഇവിടുന്ന് അങ്ങോട്ട് ഫുള്ള് ചിക്കന് അങ്ങനത്തെ ഐറ്റംസ്. ഇവിടുന്ന് അങ്ങോട്ട് ഫുള്ള് മട്ടന്, ബീഫ്, പിന്നെ ആട് പിന്നെ മാന്, അങ്ങനെയുള്ള അവിടെ നിന്ന് അങ്ങോട്ടൊക്കെ ചുറ്റുമുണ്ട് കേട്ടോ. ഇതാക്കുന്ന ഓരോ ചില്ലിലിട്ട് വീട്ടിൽ അവിടെ ഇതാക്കുന്ന ഓരോ ആളുകൾ ഉള്ളിൽ ബാങ്ക് കൊടുക്കുന്നു. ഗൈസ് ബാങ്ക് കൊടുക്കുന്നു. ഇപ്പം മിണ്ടാൻ പറ്റൂല. അവിടെ അല്ല, അവിടെ പോവാം. തല, ബീറിൻ്റെ തല, അല്ലെങ്കിൽ നമ്മളെ കാളക്കുട്ടിയില്ലേ, ഊരിക്കുട്ടി എന്നൊക്കെ പറയുന്നത്, അതിൻ്റെ തല പറയാം. ഇവിടെയാണ് ഒട്ടകത്തിൻ്റെ ഇറച്ചി ഉണ്ടായത് കേട്ടോ. ഇവിടെ ഫുൾ ഒട്ടകത്തിൻ്റെ ഇറച്ചിയാണെന്ന് പറഞ്ഞത്. നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടൊക്കെ നമ്മൾ പിന്നെയും അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. മാർക്കറ്റൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നെക്സ്റ്റ് സ്ഥലത്തേക്ക് വേണ്ടി പോവാം. അതായത് നമ്മൾ കണ്ട മാർക്കറ്റ്, ഇങ്ങനെ റൗണ്ടായിട്ടുള്ള അതായത് നമ്മൾ കണ്ട മാർക്കറ്റ് പോവാണ്. മാർക്കറ്റ് സേവക്ക് പോവാണ് അല്ലേ? മാർക്കറ്റ് സേവക്ക് പോവല്ലേ? ഓക്കെ അല്ലേ? ആടും പോത്തും കോഴിയും ഒക്കെ കണ്ടില്ലേ? താറാവുണ്ടോ? താറാവ് അത് താറാവ് അർത്ഥം മനസ്സിലാവും. അസ്സലാമു അലൈക്കും. ഡെർക്കി കോഴി, ഡെർക്കി, മൊയല്. എടാ മൊയലെടാ, എന്താ എക്സ്പീരിയൻസ്? ഇറച്ചി കണ്ടുകാനും മതിയല്ലേ? ആടും കോഴിയും പോത്തും പശുവും ആനനെ വരെ കണ്ടില്ല, ആനൻ്റെ ഇറച്ചി വരെ കണ്ടില്ലേ? നമ്മൾ ചിക്കന്, മട്ടന്, ബീഫ് അങ്ങനെയുള്ള മാർക്കറ്റ് കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഈ അടുത്ത് പോകാൻ പോകുന്നത് വെച്ചാൽ മാർക്കറ്റ് സേവിൻ്റെ മാർക്കറ്റിലേക്കാണ്. മാർക്കറ്റ് സേവിലേക്ക് പോവുകയാണ്. അപ്പോൾ അവിടെ 70% ഓഫ് ഉണ്ട്. എന്തൊക്കെയാണ് ഇപ്പോൾ സാധനങ്ങൾ വാങ്ങിക്കാൻ കൊണ്ടുപോകാൻ പറ്റിയൊരു സാഹചര്യമല്ല. ഇവിടെ നിന്ന് കുറച്ച് പോകാൻ നടക്കാനുണ്ട്. അപ്പോൾ നമ്മളെന്ത് ചെയ്യുന്നു, ജസ്റ്റ് എന്തൊക്കെ നമുക്ക് പറ്റിയ ചെറിയ ഐറ്റംസ് ഉണ്ടെങ്കിൽ നമുക്ക് വാങ്ങാം. ഓക്കെ ഗൈസ്, നമ്മൾ മാർക്കറ്റ് സേവിൽ എത്തിക്കുകയാണ്. ഇതിലുണ്ടോ ഫുള്ള് പിടുത്തമിട്ട ഓഫറുകളാട്ടോ. ഇതൊക്കെ 59 ദിറംസിൻ്റെ ഇതാക്കുന്ന 19 ദിറംസിനൊക്കെ ഇതാക്കുന്നത് ടോയ്സുകൾ. ഇതൊക്കെ ലാഭാട്ടോ. ഇത് പറക്കുമോ? ഇത് പറക്കും. അത് പോണം പോണം. സീന് നല്ലതായിരുന്നു. കൈമൽ ഡ്രോപ്പ് ചെയ്യും. കൈമൽ
എന്തോ സാധനം കണ്ടോ? അങ്ങോട്ടുണ്ടോ? എവിടെ? അങ്ങോട്ടോ? അങ്ങോട്ടൊക്കെ ഫുള്ള് എന്തോ ചോക്ലേറ്റോ ബിസ്ക്കറ്റ് ഐറ്റംസ് ആണ്. കുറച്ച് മുട്ടായികൾ വാങ്ങിയാലോ? വാങ്ങിക്കഴിഞ്ഞാൽ നാട്ടിൽ പോകാൻ തോന്നും. അതാണ് ഒന്നും വാങ്ങുക. തീരെ കാറ്റ് കിട്ടാത്തവർക്കൊക്കെ പറ്റിയ സൗകര്യങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ. കണ്ടോ, ഇത് ടൈലർ മെഷീനാണെന്ന് തോന്നുന്നു. പക്ഷെ ടൈലർ മെഷീനല്ല. കണ്ടോ, ടൈലർ മെഷീൻ അതേ ഒരു സ്കെച്ചിലാണ് ഇത് ഉണ്ടാക്കിയത്. പക്ഷെ ഇത് റൈസ് കുക്കർ എങ്ങനെയാണ് കണ്ടോ? ഇതിൻ്റെ സെറ്റപ്പ് എങ്ങനെയാണ് വലിയ പിടുത്തല്ലോ. ഇതിങ്ങനെ അങ്ങോട്ട് ഓപ്പൺ ആക്കിയിട്ട് എങ്ങനെയാണെന്ന് തോന്നുന്നു. ഇലക്ട്രോണിക്സിൻ്റെ ഏരിയ എന്ന് വെച്ചാൽ ഇങ്ങനെ നീണ്ട് നിവർന്ന് എടുക്കാം കേട്ടോ. എല്ലാ ഐറ്റംസും ഉണ്ട് ഇവിടെയൊക്കെ. നല്ല ഓഫറും ഉണ്ട് കേട്ടോ. എ സി ഓഫ് ആക്കി, എ സി ഓഫ് ആക്കി, എ സി ഓഫ് ആക്കി, ഓഫാക്കിയിട്ടാണ്. ഈ മോഡൽ എ സി ഇപ്പോൾ വരുന്നില്ലല്ലേ? നല്ല സാധനം കേട്ടോ. കേട്ടോ ഇതെന്താ നോക്കുന്നത്? ഇങ്ങായി ഫ്രിഡ്ജോ? ഫ്രിഡ്ജോ? ഈ ഫ്രിഡ്ജ് നാട്ടിക്കോ? ഈ ചെങ്ങാൻ ഞങ്ങൾ കണ്ടച്ചോളിട്ടോ. നാട്ടിക്ക് ഫ്രിഡ്ജ് കൊണ്ടുവന്ന ഏക വ്യക്തി. കൊണ്ടുപോകാൻ കഴിയും. നല്ല വെച്ചാൽ സാധനങ്ങളുണ്ട് കേട്ടോ. ഒരുപാട് ഐറ്റംസ്. നാട്ടിൽ പോവുകയാണെങ്കിൽ നല്ല ഷെയറിൽ എല്ലാ സാധനങ്ങളും വാങ്ങും. ഡ്രസ്സിൻ്റെ ഏരിയയിലെത്തി നമ്മളങ്ങനെ. ഇവിടെ ഫുള്ള് ഡ്രസ്സാട്ടോ. ഐറ്റംസ് സാധനങ്ങൾ. ഇപ്പോൾ റമദാൻ വരെയാണല്ലോ. അപ്പോൾ അതിനേക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഇതാക്കുന്ന ഇവിടെ ഒരുങ്ങി കഴിഞ്ഞ് മുസല്ല ഇതാക്കുന്ന. പിന്നെന്താ അവിടെ ഇതാക്കുന്ന വേറെ മസാലകൾ, കൈബയൊക്കെയുള്ള മസാലകൾ ഇതാക്കുന്ന, ബ്ലാങ്കറ്റുകൾ, അതിനനുസരിച്ചുള്ള എല്ലാ സാധനങ്ങളും ഇതാക്കുന്ന ഇവിടെ ഒരുങ്ങി കഴിഞ്ഞ് മദ്രസയിൽ ഫുള്ള് സെറ്റാക്കിക്കൊണ്ടിരിക്കും. സംഭവം അടിപൊളിയല്ല ഇത്? അപ്പോൾ ഫുള്ള് നല്ല ക്രൗഡാട്ടോ. ഫുള്ള് അങ്ങോട്ടൊക്കെ ഫുള്ള് ആളുകളാണ്. അതെല്ലാ പരിപാടിയും കഴിഞ്ഞ് നമ്മളിതാ തിരിച്ചു പോവാം. പക്ഷേ അതെ ഇതായിട്ടുണ്ടോ ടെമ്പോ? എന്ത് ടെമ്പ്? ടെമ്പലോ? ഇത് വലിയ ജിമ്മായിരുന്നു. നിക്കടാടാ. കാറ്റില്ല. നമ്മളെ പറ്റിച്ച് ഗൈസ്. കാറ്റുള്ള സാധനം എടുക്കടാ. കാറ്റുള്ളതാ. ഇതൊക്കെ എടുക്ക്. ടോയ്സിന്റെ ഒരു സെക്ഷനാണ് ഇത്. ടോയ്സ് ഏത് വേണമെങ്കിലും. ഇങ്ങോട്ട് ബോൾട്ട്. പാസ്. Give me pass. അവനെടുക്ക്. വെഹിക്കിൾ എടുക്കടോ. നല്ലൊരു ഷോട്ടായിരുന്നു. ആദ്യം ഒന്നും പറയൂല. അതെന്താ പറഞ്ഞാൽ നിന്റെ പേര് പറഞ്ഞാൽ മതി. ഓടിക്കോ. സെറ്റല്ലേ? മുന്നു നോക്ക്. സൈക്കിൾ വരെ നമ്പർ പ്ലേറ്റ് ഉണ്ട് വേടാ. ഇതിൻ്റെ ഒക്കെ 239, 359. അപ്പോൾ നമ്മൾ പോവാണ്. അത് സംഭവം ആവേശം കൂടിപ്പോയാട്ടോ. ലേശം വെയിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഉപ്പിലിട്ട ഒലീവ്, അതുപോലെ തന്നെ കപ്പ് ഒലീവ്, വെളുത്ത ഒലീവ്, തടി കൂടിയ ഒലീവ്, മെലിഞ്ഞ ഒലീവ്, പിന്നെ ചീസ്, ബട്ടർ, എല്ലാ സാധനങ്ങളും ഉണ്ട് ഇവിടെ. ആവശ്യമുള്ള ഒരു സാധനമല്ല, അല്ലാത്ത അനാവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട്. നല്ല ക്രൗഡാട്ടോ. നല്ല ക്രൗഡാ. ഫ്രഷ് മട്ടന്, ബീഫൊക്കെ അവിടെ. പോവാ ടാ. നിക്കവിടെ. ഇല്ല, ഇതിങ്ങനെ ക്ലിയാക്കിയുള്ളൂ.
എഴുന്നള്ളിപ്പും കഴിഞ്ഞ് ഇതാക്കുന്ന പുറത്തേക്ക് എത്തി നമ്മളിതാക്കുന്ന ഈ പൊട്ടാടിക്ക് आफरीमल मालूम है आपका मालूम है इधर में मैं हाँ तुम काम करते हो उधर एक साल था इधर दूसरा काम किया है हाँ। टिकट ടിക്കറ്റ് ടിക്കറ്റ് ഐസ വില വലിയ പരിപാടിയാ ചങ്ങായി ഇതാക്കുന്ന പന്തക്കമ്മി ഇതാക്കുന്ന സിം എടുക്കുക ഇന്നെ നടക്കുമോ ചാറ്റ് GPT ചോദിച്ച് പെർമിഷനൊക്കെ വാങ്ങിയിട്ട് സിം എടുക്കുന്ന ഏക മനുഷ്യൻ ഇതാക്കുന്ന കണ്ടോളൂ ഗൈസ് 25 റുപ്യേൻ്റെ സിം എടുക്കാൻ ഓക്കെ അല്ലേ പെർമിഷൻ തന്നോ പ്രൊസീഡ് ചെയ്യാൻ പറ്റുമോ ഇവിടെ ഇതാക്കുന്ന കാത്തിക്ക പറ്റിയല്ലേ ഞാൻ എടുത്തോ ഓക്കെ അല്ലേ നമ്മതല്ലേ ക്ലോസ് ചെയ്യാനല്ലേ പോലെ പാവം ചങ്ങായി വന്നിട്ട് കാത്ത് നിൽക്കുക കേട്ടോ